ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ പൊട്ടറ്റോ മസാലയാണ്. നമുക്ക് ചെറിയ നോൺ വെജ് ഫീൽ ടേസ്റ്റ് വരും. അതിനായിട്ട് പാൻ ചൂടാക്കുക, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കാം. അതിൻ്റെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച് 2 വലിയൊരു സൈസ് പൊട്ടറ്റോ പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത്. അത് ഞങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒരു വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ വെക്കുക. ഒരു മസാല ആഡ് ചെയ്യേണ്ട. അതൊന്ന് 2 സൈഡ് ഒന്ന് ബ്രൗണിഷ് ആവണം, വലുതായിട്ട് ഫ്രൈ ചെയ്യരുത്. എന്നിട്ട് അത് മാറ്റി വെച്ചതിന് ശേഷം ആ സെയിം പാനിൽ തന്നെ 2 ടീസ്പൂണോളം ഓയിൽ ഒഴിക്കുക. സൺഫ്ലവർ ഓയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അതിനകത്ത് ഹോൾ സ്പൈസസ് ഇടാം. ഓരോന്ന് വെച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക 2 ഇട്ടിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പൂ 2 നമുക്ക് ആ ടേസ്റ്റിനനുസരിച്ച്, അധികം ഓവർ സ്പൈസ് ആവരുത്. പിന്നെ നമ്മുടെ ജീരകം 1 സ്പൂൺ, പിന്നെ വറ്റൽമുളക് 2 ചെറുത് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ 2 വലിയ സൈസ് സവാളയാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടിട്ടേക്കുന്നത്. പെട്ടെന്ന് വഴഞ്ഞിട്ടാനും ചെറുതാകുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. എന്നിട്ട് ഉപ്പിട്ട് നന്നായിട്ട് വഴറ്റുക. ആ സമയത്ത് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ 1 സ്പൂൺ, അല്ലെങ്കിൽ ചതച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം 1 സ്പൂണോളം. പിന്നെ 2 ചെറിയ പച്ചമുളക് അതിനടുത്തേക്കുന്നത്, അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരെണ്ണം മതി. എന്നിട്ട് 1.5 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം 1 ടീസ്പൂണല്ല, ഹാഫ് ടീസ്പൂണോളം പെപ്പർ പൊടി ഉണ്ടല്ലോ, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല ഇട്ടിട്ട് ഒന്ന് വെള്ളം ഇട്ടിട്ടൊന്ന് വേവിക്കുക. ആ വേവിക്കുന്ന സമയത്ത് നമ്മൾ വറുത്ത് വെച്ച പൊട്ടറ്റോ കൂടി ആഡ് ചെയ്യുക. അതിന് ശേഷം ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കുക. അതിനകത്ത് ഒരു മിനിറ്റ് 2 മിനിറ്റ് ആകുമ്പോൾ പുളിവെള്ളം 2 ടീസ്പൂണോളം ഒഴിക്കുക. ഉപ്പിട്ടിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് 5 മിനിറ്റ് വേവിക്കുക. അത് തുറന്നതിന് ശേഷം 1 ടീസ്പൂണോളം ചിക്കൻ മസാലയും ചിക്കൻ ഫ്രൈ മസാല, കൂടുതൽ ചിക്കൻ മസാല ഇടാം. പിന്നെ നമ്മുടെ തക്കാളി 2 എടുത്തിട്ട് തന്നെ മിക്സിയിൽ അരച്ചിട്ട് അതിൻ്റെ ഒരു പ്യൂരിയും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് 1/2 ടീസ്പൂൺ, അര വേണ്ട, ഇത്തിരിയോളം പഞ്ചസാര ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വേവിച്ച് വെക്കുക. എന്നിട്ട് അത് തുറന്നിട്ട് കുറച്ച് പാലും കൂടി ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം മല്ലിയില, കസ്തൂരി മേത്തിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ പൊട്ടറ്റോ മസാല റെഡി ആയിട്ടുണ്ടാവും. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ.